എൻ്റെ പേര് വിന്നി. ഞാൻ കടവന്തരയിൽ നിന്ന് വരുന്നു. ഞാൻ നേരത്തെ ഒരു പബ്ലിക് സെക്ടറിൽ സീനിയർ ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ റിട്ടയറായി. അപ്പോൾ ഇഷ്ടംപോലെ സമയം. അപ്പോൾ എനിക്ക് ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ വലിയ താല്പര്യമാണ്. ആദ്യം ഗ്ലാസ് പെയിൻറ്റിംഗ് ആയിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് അക്രിലിക് ട്രൈ ചെയ്തു. അതും നല്ല രസമായിട്ട് വന്നു. പിന്നെയാണ് യൂട്യൂബിൽ ഡീകൂപ്പേജ് എന്ന് പറഞ്ഞ സംഭവം കണ്ടത്. അപ്പോൾ അങ്ങനെ ഡീകൂപ്പേജ് ടിഷ്യൂസ്, നല്ല ഭംഗിയുള്ള ടിഷ്യൂസ് കിട്ടുമ്പോൾ അത് ഡീകൂപ്പേജ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇതെല്ലാം ഹോബീസായിട്ട് മാത്രമാണ്. കാണുമ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഷെൽഫൊക്കെ നിറഞ്ഞു. പിന്നെ ഓരോ ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേസിനും വെഡിങ് ആനിവേഴ്സറീസിനൊക്കെ ഞാൻ ഡീകൂപ്പേജ് ചെയ്ത് ഇത് കൊടുക്കാൻ തുടങ്ങി, ചുമ്മാ ഗിഫ്റ്റായിട്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് ഇതൊന്ന് മാർക്കറ്റ് ചെയ്തൂടെ എന്ന്. അപ്പോൾ അങ്ങനെ അവർ പുറത്തുനിന്ന് ഉണ്ടിയാണ് ഞാൻ ഈ സീസൺസിൻ്റെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായത്. അന്ന് ചുമ്മാ കൊണ്ടുവന്ന് ഷോക്കേസ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ അതാണ് ഈ ഫീൽഡിലുള്ള എൻ്റെ ജേർണി. ദാറ്റ് ഇസ് സെക്കൻഡ് ഇന്നിങ്സ്. മറ്റേത് ഐ വാസ് ഇൻ വർക്കിംഗ് ത്രൂ ഔട്ട് ഇൻ ഓഫീസ്. ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ്. താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് കുറച്ച് സ്കിൽ വേണം, കുറച്ച് ക്രിയേറ്റിവിറ്റി വേണം, ഐഡിയാസ് വേണം. അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് പാഴ്വസ്തു കണ്ടാലും അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് ഭംഗിയുള്ളൊരു സാധനമാക്കി മാറ്റാൻ പറ്റും. അതായത് ഇറ്റ്സ് നോട്ട് ദി കണ്ടെയ്നർ എന്തായാലും അത് ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് ടു ദി വ്യൂ ഓഫ് അതേഴ്സ്. ദിസ് ഇസ് ദി സ്മോൾ സ്റ്റോറി ഓഫ് മൈ ജേർണി. താങ്ക് യു.